സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ ആണല്ലോ എല്ലാവരും? ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ സെഷൻ എടുത്തതിൽ നമ്മൾ മൗര്യൻസ് വരെ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ചാപ്റ്റർ ബേസിൽ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് റിവിഷൻ ചെയ്തിട്ട് അതിനിടയിൽ കമന്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ തൽക്കാലത്തേക്ക് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ വീണ്ടും വീഡിയോ കാണുന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് ഇപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ PDF ആയിട്ട് ഗ്രൂപ്പിലേക്ക് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാം ചാപ്റ്റർ ബേസിൽ. അതല്ല എന്നുണ്ടെങ്കിൽ പോൾ രീതിയില്ലേ അതുപോലെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഫോളോ ചെയ്യാം. എല്ലാവരും നോട്ടിഫിക്കേഷൻ കണ്ടോ? ഈ വർഷത്തെ UPSC നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി 14 ഇറങ്ങിയിട്ടുണ്ട്. UPSC വാലന്റൈൻസ് ഡേ ആണ്ട് ഇറക്കിയതാണെന്ന് വിചാരിച്ചോ? നല്ല ദിവസം നോക്കി. ഓക്കെ, വളരെ നല്ലൊരു ദിവസമാണല്ലോ. അപ്പൊ ആ സമയത്ത് ഇറക്കാനുള്ള പ്ലാനാണോ? നോർത്ത് ഇന്ത്യയിൽ സരസ്വതി പൂജ എന്ന് തന്നെയാണ്, അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. അല്ലെങ്കിൽ യൂഷ്വലി ഒരു നല്ല ദിവസം നോക്കി കിട്ടതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പോ എല്ലാരും നോക്കിയോ? നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കിയോ? എന്തൊക്കെയാണ് ഇതിനകത്ത് പുതുതായിട്ട് വന്നിട്ടുള്ളത്? എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? യൂഷ്വലി വന്നതുപോലെ തന്നെയാണ് UPSC നോട്ടിഫിക്കേഷൻ. നമുക്ക് UPSC നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ UPSC സിവിൽ സർവീസ് എക്സാം നടത്തുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. UPSC സിവിൽ സർവീസിലേക്ക് അവർ 2024 നോട്ടിഫിക്കേഷനിൽ 1086 വേക്കൻസിയാണ് തൽക്കാലത്തേക്ക് പറഞ്ഞിട്ടുള്ളത്. അത് ഇതിനകത്ത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കൂടാതെ ഒന്ന് രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഹിയർ 1056 വേക്കൻസീസ് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇത്തവണ ഒന്ന് രണ്ട് ഇൻസ്ട്രക്ഷൻസ് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ നമ്പർ 9 ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത് UPSC ഇത്തവണ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ മെയിൻ റീസൺ അത് നിങ്ങൾക്ക് ആരെങ്കിലും ഇന്റർവ്യൂ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, അവർക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ സ്പെസിഫിക്കലി പറയുന്നുണ്ട്. ഒന്ന്, കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് മോർ ദാൻ 10 days ഓഫ് ഓൾഡ് ഫോട്ടോസ്. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് 10 ദിവസം മുൻപ് ഫോട്ടോ എടുത്തിരിക്കണം എന്നുള്ള രീതിയിൽ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കന്നഡ യൂസ് ചെയ്തിട്ടാണ് ഇന്റർവ്യൂവിന് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കന്നഡ വെച്ചിട്ടുള്ള ഫോട്ടോ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതിൽ ചേഞ്ച് ഒന്നും വരുത്താൻ പാടില്ല. നിങ്ങൾ ബിഎഡ് വെച്ചിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ബോയ്സ് അത് തന്നെ യൂസ് ചെയ്യുക, അതേ ഫോട്ടോ തന്നെ യൂസ് ചെയ്യുക, ചേഞ്ച് ഒന്നും വരുത്താൻ പാടില്ല. ആ രീതിയിലാണ് UPSC ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, അതിൽ പല ചേഞ്ചുകളും വരുന്നത് കൊണ്ടാണ് അത് കൃത്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ നോർമലി കേരള PSC പറഞ്ഞതുപോലെ തന്നെ ഡേറ്റ് വിച്ച് ദി ഫോട്ടോഗ്രാഫ് വാസ് ടേക്കൺ സ്പെസിഫിക്കലി അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് മെയിൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ പഴയ ഫോട്ടോ വെച്ചിട്ട് ഇന്റർവ്യൂ ചെയർമാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ഫോട്ടോസ് വരാറുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ചേഞ്ച് ഇത്തവണ വരുത്തിയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇതിനകത്ത് ആദ്യത്തെ പോയിന്റ് അതാണ്. ഇതാണ് അഡീഷണൽ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫോട്ടോയുടെ കാര്യത്തിൽ. സോ ഫോട്ടോ ശ്രദ്ധിച്ച് തന്നെ അപ്ലോഡ് ചെയ്യുക. നോർമൽ കേസിൽ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വൈറ്റ് ഓർ ലൈറ്റ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. വൈറ്റ് ഇസ് പ്രിഫറബിൾ. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് പിന്നിൽ വെക്കരുത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു കാര്യം. രണ്ടാമത്തേത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ടത്. ഒന്ന്, നിങ്ങൾ UPSC വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഡൗൺലോഡ്സിൽ ഒരുപാട് ഫോംസ് ഒന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, ആ ഫോമിന്റെ ഫോർമാറ്റിലാവണം നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരില്ല, പക്ഷേ സർട്ടിഫിക്കറ്റ് നമ്പർ, സർട്ടിഫിക്കറ്റ് ഡേറ്റും നിങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടി വരും, നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറി ബേസിലാണ് വരുന്നതെങ്കിൽ. സോ മാക്സിമം നിങ്ങൾ അത് UPSC ഫോർമാറ്റിൽ തന്നെ കിട്ടുമോ എന്ന് നോക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുൻപ്. ഓക്കെ, ഉണ്ടെങ്കിൽ അതിന്റെ നമ്പറും അതേപോലെ തന്നെ ഡേറ്റും കൊടുക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ, UPSC ഒരിക്കലും പ്രിലിംസിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. ആ കാര്യം കൂടി ഓർത്തിരിക്കുക. പ്രിലിംസ് ആണ് അവരുടെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. എക്സെപ്റ്റ് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് നിങ്ങൾ പഴയ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ UPSC നിങ്ങൾക്ക് മെസ്സേജ് അയക്കും പുതുതായി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നോർമൽ കേസിൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, UPSC ഫോർമാറ്റിൽ തന്നെ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അതേ ഫോർമാറ്റിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ബെറ്റർ, അതായിരിക്കും നന്നായിരിക്കുക സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ. ഓക്കെ, മൂന്നാമത്തെ കാര്യം,
എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാമിനേഷൻ നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ID കാർഡ് ഉണ്ട്. ഓക്കെ, ആ ID കാർഡിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ഓക്കെ ആണോ എന്ന് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ ID കാർഡ് നമ്പർ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതും ശ്രദ്ധിക്കുക. അതാണ് നിങ്ങളെ ക്രോസ് ചെക്ക് ചെയ്യുന്ന ഏക കാര്യം എന്ന് പറയുന്നത്. UPSC കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട് ഈ കാര്യങ്ങളിൽ. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗം കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് പറയാനുള്ളത് അതാണ്. ID കാർഡും അതിന്റെ നമ്പറും അത് അപ്ലോഡ് ചെയ്യുന്ന രീതിയും അതൊന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. വളരെ സൂക്ഷിച്ച് മാത്രമേ നിങ്ങൾ ടൈപ്പ് ചെയ്യാനൊക്കെ പാടുള്ളൂ. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള പേരും മാറിപ്പോരുത്. കാരണം നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇനീഷ്യലി പ്രിലിംസിന് കൊടുത്ത ബേസിക് ഡീറ്റെയിൽസ് തന്നെയായിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽ അനാലിസിസ് ഫോറത്തിൽ ഡാഫിൽ വരുന്നുണ്ടാവുക. ഫോം ഇന്റർവ്യൂ ആൻഡ് സെക്കൻഡ് സെഷൻ, അതായത് മെയിൻസിലേക്ക് പോകുമ്പോഴും നിങ്ങൾ വരുന്ന അതേ സാധനം നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓൾറെഡി നിങ്ങൾ UPSC സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ട് എങ്ങനെ വരുത്താൻ പറ്റുന്ന അവിടെ നോക്കിയാൽ മതി. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് മിസ്റ്റേക്സ് മാക്സിമം ഒഴിവാക്കി പോവുക. അതല്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ട് വരും. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അവിടെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കരുത് ഇന്റർവ്യൂവിന് പോകുമ്പോഴും. കാരണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ടെൻസ്ഡ് ആവും. അതൊക്കെ മാക്സിമം ഒഴിവാക്കുക ഇനീഷ്യൽ ഫേസിൽ തന്നെ. സോ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഓരോ ഭാഗങ്ങളും നല്ലപോലെ വായിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെയും വന്നിട്ടുണ്ട്. ഓക്കെ, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്കാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുക. തവണയും അപ്രോക്സിമേറ്റ്ലി 150 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. യൂഷ്വലി നിങ്ങൾക്ക് അറിയാം പ്രിലിംസിൽ കട്ട് ഓഫ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഫോറസ്റ്റ് സർവീസ് എഴുതാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സിവിൽ സർവീസ് പ്ലസ് ഫോറസ്റ്റ് സർവീസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും അറ്റംപ്റ്റ് ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ സിവിൽ സർവീസ് മാത്രമാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ സിവിൽ സർവീസ് എന്നും ഫോറസ്റ്റ് സർവീസ് മാത്രമാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഫോറസ്റ്റ് സർവീസ് എന്നും കൊടുക്കുക. ഓക്കെ, സെപ്പറേറ്റ് കൊടുക്കുക. രണ്ടും കൂടി നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടും കൊടുക്കുന്നത് തെറ്റില്ല. പക്ഷേ നിങ്ങൾ പ്രിലിംസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിനെയും അറ്റംപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം നിങ്ങൾ ഓൾറെഡി അതിനകത്ത് ഇപ്പൊ ഒരു പോർട്ടൽ ഉള്ളത് കൊണ്ട് അതിനകത്ത് കൃത്യമായിട്ട് അത് രജിസ്റ്റേർഡ് ആയിരിക്കും. അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള നാലാമത്തെ കാര്യം പറഞ്ഞത് ഇതാണ്. പിന്നെ അപ്ലൈ ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോർമൽ കേസിൽ ഇപ്പോൾ ഇന്ന് തന്നെ ചാടിക്കയറി അപ്ലൈ ചെയ്ത് നിൽക്കണ്ട. ഒരു 3-4 ദിവസം കഴിഞ്ഞ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, എന്നാൽ ലാസ്റ്റ് ദിവസത്തേക്ക് വെക്കരുത്. 5 ദിവസത്തിന് മുൻപ് തന്നെ അപ്ലൈ ചെയ്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുക. എൻഷുർ ദാറ്റ് നിങ്ങളുടെ മെയിൽ ID-യിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കുക. ആ കാര്യം കൂടി ചെയ്യുക. ഇത് പലപ്പോഴും മിസ്റ്റേക്ക് വരാറുള്ളതാണ് പല ആളുകൾക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി പറഞ്ഞു എന്ന് മാത്രം. ഇത്രയും ഭാഗം ഓക്കെ ആണോ? അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഈ പ്രോസസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ, ഡൺ. നമുക്ക് സെഷനിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യേണ്ട രീതി. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ബിക്കോസ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ UPSC-ക്ക് അത് പ്രോബ്ലം ആയിരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ സെഷനിലേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചായി ഇപ്പൊ സെഷൻ എടുത്തിട്ട് അല്ലെ? നമ്മൾ മൗര്യൻസ് കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു ജനുവരി 1st വീക്കോ തേർഡ് വീക്കോ 4th വീക്ക് എന്നായിരിക്കും തോന്നുന്നു. ഓക്കെ, സോ പോർഷൻ ഓർമ്മയുണ്ടോ ഞാൻ അവസാനം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ? പോസ്റ്റ് മൗര്യൻസിന്റെ പോർഷൻസ്, സോറി മൗര്യൻസിന്റെ പോർഷൻസ് ക്ലാരിറ്റി ഉണ്ടല്ലോ? അതിന് ഡൗട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ അല്ലെ? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് പോസ്റ്റ് മൗര്യൻസ് ആണ്. ഞാൻ മൗര്യൻസിന്റെ എൻഡിങ്ങിന്റെ പ്രധാനപ്പെട്ട റീസൺസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഓർമ്മയുണ്ടോ എന്തൊക്കെയാണെന്നുള്ളത്? ആർക്കെങ്കിലും ബുദ്ധിമുട്ടില്ലെങ്കിലും പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് മൗര്യൻ ഡൈനാസ്റ്റി ഡിക്ലൈൻ ആയത് എന്നുള്ളൊരു കാര്യം? റീസൺ എന്തായിരിക്കാം? ഒന്ന് നമ്മൾ പഠിച്ചു, അശോകന് ശേഷം സക്സസ്ഫുൾ ആയിട്ടുള്ള റൂളേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തത് അശോകൻ ഓവറായിട്ട് എന്ത് ചെയ്തു? ബുദ്ധിസത്തിന് ഫോക്കസ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? ഓവറായിട്ട് ബുദ്ധിസത്തിന് ഫോക്കസ് ചെയ്തപ്പോൾ മറ്റ് റിലീജിയൻസിന്, എക്സ്പെഷ്യലി ഡോമിനേറ്റഡ് ആയിട്ടുള്ള ബ്രാഹ്മണിക്കൽ റിലീജിയൻസിന് ഒരുപാട് പ്രോബ്ലം വരാൻ തുടങ്ങി. ഒരു സൈഡിൽ നമ്മളത് പഠിച്ചതാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത ഡൈനാസ്റ്റി പോലും വരുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ത് സംഭവിച്ചു? ഓവറായിട്ട് എന്ത് ചെയ്തു? റിലീജിയസ് ഡൊണേഷൻസ് കൊടുക്കാൻ തുടങ്ങി. ആര്?
എസ്പെഷ്യലി മൗര്യൻ ഡൈനാസ്റ്റീസ്. അതിനുശേഷം നിങ്ങൾ പഠിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒരു കിങ് വരുന്നുണ്ട് മൗര്യൻ ഡൈനാസ്റ്റിയിൽ. അദ്ദേഹത്തിന്റെ പേര് സംപ്രതി എന്നാണ്. കേട്ടിട്ടുണ്ടോ ആളെ കുറിച്ചിട്ട്? ഇസ് എ UPSC ക്വസ്റ്റ്യൻ. സംപ്രതി ഇസ് എ ഫേമസ് കിങ് ഇൻ മൗര്യൻ ഡൈനാസ്റ്റി. അശോകൻ എങ്ങനെയാണോ ബുദ്ധിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്, അതേപോലെ തന്നെ ജൈനിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു റൂളറാണ് ഈ പറയുന്ന സംപ്രതി എന്ന് പറയുന്നത്. അദ്ദേഹം ജൈനിസത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കില്ല, പക്ഷെ UPSC ആ ഭാഗം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞത്. ഓക്കെ, സോ ബുദ്ധിസത്തിനും ജൈനിസത്തിനും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഡൊണേഷൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ട്രഷറി ഗ്രാജുവലി ഡിക്ലൈൻ ആവാൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മൗര്യൻ ഡൈനാസ്റ്റി വീക്കൺ ആയി പോകുന്നത്. ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള സക്സസസ് തന്നെയായിരുന്നു. ഓക്കെ, വീക്ക് ആയിട്ടുള്ള സക്സസിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് അടുത്ത ഡൈനാസ്റ്റി ഉണ്ടാവുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ, എക്സ്പെഷ്യലി ഒരു വലിയ ഡൈനാസ്റ്റി അവസാനിക്കുമ്പോൾ അതേപോലെ ഒരു ഡൈനാസ്റ്റി ഫോം ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല. സ്വാഭാവികമായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും എപ്പോഴും കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യില്ല, പെട്ടെന്നൊരു ഡൈനാസ്റ്റി ഫോം ചെയ്ത് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല, സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവും, സെലൂക്കസ് അദ്ദേഹം ഇന്ത്യ ആ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ട്രീറ്റ് ഒക്കെ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ട് അവിടെ ഇൻഡോ ഗ്രീക്കൻസ് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രീക്സ് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഗ്രീക്സ് അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി കാണിക്കും, എസ്പെഷ്യലി നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ. സോ ഡൈനാസ്റ്റി ഗ്രാജുവലി ഡിക്ലൈൻ ആവുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, നോർത്ത് വെസ്റ്റേൺ പാർട്ടിന്റെ മൗര്യൻസിന്റെ പോർഷൻസ് ഗ്രീക്സ് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നോർത്തേൺ പാർട്ടിലേക്ക് വരുമ്പോൾ, നോർത്തേൺ പാർട്ടിന്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു നിങ്ങൾക്ക്. എന്തായിരുന്നു, അവസാനത്തെ റൂളർ ബൃഹദത്തായിരുന്നു, അല്ലെ? ബൃഹദത്ത ലാസ്റ്റ് മൗര്യൻ റൂളറാണ്. അദ്ദേഹത്തിന് അസാസിനേറ്റ് ചെയ്ത് ആര് വന്നു, പുഷ്യമിത്രശുംഗ. അദ്ദേഹത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് പുഷ്യമിത്രശുംഗ എന്ത് ചെയ്യുന്നു, പുതിയ ഡൈനാസ്റ്റി ഉണ്ടാക്കുന്നു. ദ ഡൈനാസ്റ്റി ഏത് ഡൈനാസ്റ്റി? ശുംഗ ഡൈനാസ്റ്റി. ഇറ്റ്സ് എ ഫേമസ് ഡൈനാസ്റ്റി. അങ്ങനെയാണ് ശുംഗ ഡൈനാസ്റ്റി വരുന്നത് അവിടെ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൂടെ നിൽക്കുന്നവർ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. ഞാൻ എപ്പോഴും പറയുന്നതിന്റെ കാര്യത. ഓക്കെ, കാരണം അവരാണ് നിങ്ങളുടെ പോസിറ്റീവും നെഗറ്റീവും അറിയാവുന്ന ഒരാളെന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും അയാളെ ശ്രദ്ധിച്ചേക്കുക. അതേപോലെ തന്നെയാണ് ഈ കമാൻഡർ ഇൻ ചീഫ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഇവരുടെ റൂട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത്, അല്ലെ? അപ്പൊ ആ റൂട്ട് നിങ്ങൾ ഓർത്താൽ മതി. ദാറ്റ് ഈസ് നോൺ ആസ് ശുംഗ എംപയർ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡൈനാസ്റ്റി വരുന്നത്. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ ശുംഗ ഡൈനാസ്റ്റി ഏകദേശം മഗധ റീജിയന്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ്, മഗധ, ഒഡീഷ, MP ആ ഭാഗത്തൊക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഈ ഭാഗത്ത് എന്ത് വരുന്നുണ്ട്, ഇൻഡോ ഗ്രീക്കൻസ് ഗ്രാജുവലി വരുന്ന ഒരു ഭാഗമാണത്. അതേപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, അശോകന് സമയത്ത് എന്ത് വാർ നടന്നിരുന്നു, കലിംഗ വാർ നടന്നു. കലിംഗ അശോകന് ശേഷം ആരുടെ കൺട്രോളായിരുന്നു, മൗര്യൻസിന്റെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ട് മൗര്യൻസ് ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്, ഗ്രാജുവലി വീക്കൺ ആവുന്നു. അവിടെയും എന്താവുന്നു, വീക്കൺ ചെയ്ത് വരുന്നു, അവിടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെയും ഒരു പൊളിറ്റിക്കലി ഇൻസ്റ്റെബിലിറ്റി വരുന്നു. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്ത് വരുന്നത്, ആ കാലങ്ങളായിട്ട് ആ ഒരു ഭാഗം എന്താണ്, കലിംഗ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. കലിംഗ ഇസ് എൻ ഏരിയ. അവിടെ ഒരു പുതിയ ഡൈനാസ്റ്റി ഫോം ചെയ്യുന്നു. ദ ഡൈനാസ്റ്റി ഇസ് നോൺ ആസ് ചേഡി ഡൈനാസ്റ്റി, അല്ലെങ്കിൽ മഹാമേഘവാഹന എന്ന് പറഞ്ഞൊരു ഡൈനാസ്റ്റി. അവിടുത്തെ റൂളർ ആയിരുന്നു കിങ് ഗാരവേല എന്ന് പറയുന്നത്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡൈനാസ്റ്റി വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ ആ കണക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ കുറിച്ച് വീണ്ടും പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ കാലഘട്ടം പെട്ടെന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ സൗത്തിലേക്ക് വരുന്ന സമയത്ത് സൗത്തിന്റെ ചില ഭാഗങ്ങള് ഡെക്കാനിലെ ചില ഗ്രൂപ്പുകൾ കൺട്രോൾ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ദാറ്റ് ഗ്രൂപ്പ് ഈസ് ഓൾസോ നോൺ ആസ് ശതവാഹനാസ് എംപയർ. അതായത് മൗര്യൻസിന്റെ കംപ്ലീറ്റ്ലി എൻറ്റയർലി വരുന്നത്, മൗര്യൻസ് ചെറിയ ചെറിയ പോർഷൻസിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നൊക്കെ പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പല പല ഗ്രൂപ്പുകൾ വരുന്നത്. അപ്പൊ എന്തായി, ഈ വലിയ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ആയി പോകുന്നു. ഓക്കെ, സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന രീതിയും അങ്ങനെയാണ്. നമ്മൾ ആദ്യം പഠിക്കുന്നത് നോർത്തേൺ പാർട്ടാണ്, അതിനുശേഷം നോർത്ത് വെസ്റ്റേൺ പാർട്ട് പഠിക്കും. ഈ രണ്ട് പോർഷനും ഞാൻ ഇന്ന് എടുക്കും. സൗത്തേൺ പാർട്ട് അടുത്ത സെഷനിലായിരിക്കും എടുക്കുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത്, എടുക്കേണ്ട രീതി എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആണ് ഞാൻ പറഞ്ഞത്. സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് നോർത്തേൺ പാർട്ട്. ഓക്കെ, നോർത്തേൺ പാർട്ടിലേക്കാണ്. അപ്പൊ നോർത്തേൺ പാർട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു. പോരട്ടെ, ഡൈനാസ്റ്റിന്റെ ഓർഡർ പോരട്ടെ. ഹാരിംഗ ഡൈനാസ്റ്റി,
ആര്യങ്ക ഡൈനാസ്റ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ആര്യങ്ക ഡൈനാസ്റ്റി? ആരെങ്കിലും ഒരാൾ പറയാൻ പറ്റുമോ? യു കൻ സ്വിച്ച് ഓൺ യുവർ മൈക്ക്, നോ ഇഷ്യൂസ്. ആരെങ്കിലും ഒരാൾ പറയാൻ പറ്റുമോ? ആരായിരുന്നു? വെരി ഗുഡ്. ബിംബിസാര വന്നു, അജാതശത്രു വന്നു, ഉദയൻ വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ശിശുനാഗ ഡൈനാസ്റ്റി വന്നു അല്ലെ? ശിശുനാഗ ഡൈനാസ്റ്റി, ശിശുനാഗയാണ്. അതിനുശേഷം ആര് വന്നു? കാലശോക വന്നു. കാലശോകയ്ക്ക് ശേഷം നമ്മൾ കുറെ കാലം കണക്ഷൻ വന്ന് പറഞ്ഞു. നന്ദ ഡൈനാസ്റ്റി വന്നു. നന്ദ ഡൈനാസ്റ്റിക്ക് ശേഷം മൗര്യൻ ഡൈനാസ്റ്റി വന്നു. മൗര്യൻ ഡൈനാസ്റ്റിക്ക് ശേഷം വരുന്ന ഡൈനാസ്റ്റിയാണ് ശുംഗ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഞാൻ ആ ഭാഗം കണക്ട് ചെയ്ത് തന്നു കഴിഞ്ഞു. അവസാനത്തെ മൗര്യൻ റൂളർ ആയിട്ടുള്ള ബൃഹദത്തയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞ അമാത്യ ആയിരുന്നു ആര്? പുഷ്യമിത്ര ശുംഗ എന്ന് പറയുന്ന ആള്. ഹിസ് എ ബ്രാഹ്മൺ. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ബൃഹദത്തയെ അസാസിനേറ്റ് ചെയ്തിട്ട് പുതിയൊരു ഡൈനാസ്റ്റി ഉണ്ടാക്കുന്നു. ഡൈനാസ്റ്റി ഈസ് നോൺ ആസ് ശുംഗ ഡൈനാസ്റ്റി. ഓക്കെ, 185 BC യിലാണ് ആ ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 110 വർഷക്കാലം ആ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. ഓക്കെ, സോ പുഷ്യമിത്ര ശുംഗനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിസ് എ പവർഫുൾ കമാൻഡർ. ഓക്കെ, ശരിക്കും അദ്ദേഹത്തിനെ കുറിച്ച് സ്റ്റോറീസിലൊക്കെ പറയുന്നതും ഹിസ്റ്ററീസിലൊക്കെ പറയുന്നത് അദ്ദേഹം വരുമ്പോൾ എല്ലാവരും ഭയക്കായിരുന്നു എന്നുള്ളതാണ്. ഇൻ ദി കേസ് ശരിക്കും പറയുകയാണെങ്കിൽ ലാസ്റ്റ് സമയത്തൊക്കെ ഈ മൗര്യൻ ഡൈനാസ്റ്റി ഭയങ്കരമായിട്ട് ഡൗൺ ആയ സമയത്തും കമാൻഡേഴ്സ് ആണ് അവരെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരുന്നത്. കാരണം റൂളേഴ്സ് ഇത്ര പവർഫുൾ അല്ല. ഓക്കെ, ആ ഒരു കമാൻഡറിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ളതാണ് പുഷ്യമിത്ര ശുംഗ എന്ന് പറയുന്ന ആള്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ബ്രാഹ്മണിസം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും ഫണ്ടിങ് ആണ് എവിടേക്ക് പോകുന്നത്. ഒരു സൈഡിലേക്ക് മാത്രം പോകും. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അല്ലെ? ഒരു സൈഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഫണ്ടിങ് വരുമ്പോൾ മറ്റവർക്ക് പ്രോബ്ലം ഉണ്ടാവില്ലേ? ഉണ്ടാവും, ഡെഫിനറ്റ്ലി. കാരണം അത്രയും കാലം ഡോമിനേറ്റ് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിന് ഫണ്ട് കിട്ടാതാവുകയാണ്, അല്ലെങ്കിൽ അവർക്ക് റെക്കഗ്നീഷൻ കിട്ടാതാവുകയാണ്. നമ്മളെ മെയിൻ പ്രശ്നം അതാണ് അല്ലെ? നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റെക്കഗ്നീഷൻ ആണ്. സമൂഹത്തിൽ ഇത്രയും ഉന്നത സ്ഥാനം നിൽക്കുമ്പോൾ പെട്ടെന്ന് അതൊക്കെ അടിച്ച് അടച്ച് പുതിയ റൂളൊക്കെ കൊണ്ടുവന്ന് അശോകൻ പുതിയൊരു ഡൈനാസ്റ്റി ഉണ്ടാക്കും, സോറി പുതിയൊരു റിലീജിയൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ആ സമയത്ത്. ഓക്കെ, അങ്ങനത്തെ ഒരു റിലീജിയൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന അവിടെ ഡോമിനേറ്റ് നിൽക്കുന്ന ഗ്രൂപ്പിന് എന്തായാലും ഒപ്പോസിഷൻ ഉണ്ടാവാനുള്ള സാധ്യത. അങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്ത് വന്നത്? പുഷ്യമിത്ര ശുംഗ തോൽപ്പിച്ചിട്ട് ബൃഹദത്തെ തോൽപ്പിച്ച് എന്ത് ചെയ്യുന്നു? പുതിയ റൂളിലേക്ക് തന്നെ ശരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് പുഷ്യമിത്ര ശുംഗ വരുന്നത്. പുഷ്യമിത്ര ശുംഗ നമുക്ക് ആദ്യമേ അറിയാം ഇസ് എ ഫൗണ്ടർ ഓഫ്, നമ്മൾ നോർമലി പറഞ്ഞു ഈ രീതിയിൽ നമ്മൾ പഠിച്ചിട്ട് പോകട്ടോ. അതായത് ഡൈനാസ്റ്റി, സോഴ്സ്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, കൺസോളിഡേഷൻ ഓഫ് എംപയർ, പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്, അങ്ങനെയൊക്കെ. അത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട, ഞാനത് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് പുഷ്യമിത്ര ശുംഗയാണ് അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന 1-2 ചോദ്യങ്ങളിൽ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു സോഴ്സസ്, എവിടെ നിന്നാണ് എവിഡൻസ് കിട്ടുന്നത് എന്നാണ് അല്ലെ? അപ്പൊ നമ്മൾ 1-2 കാര്യങ്ങൾ ഇതിനകത്ത് ആദ്യം പറയാനുള്ളത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് പതഞ്ജലിയുടെ മഹാഭാഷ്യ, അതിനകത്ത് അധ്യായങ്ങളിൽ ഈ പറയുന്നത് പോലെ ശുംഗ ഡൈനാസ്റ്റിയെ കുറിച്ച് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. അതേപോലെ ഹർഷചരിത ആരെ എഴുതിയിട്ടുള്ളത്? ഹർഷന്റെ കോർട്ട് പോലുള്ള ബാണഭട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഹർഷചരിത എഴുതിയിട്ടുള്ളത്. ഹർഷചരിത എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഹർഷനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ പുകഴ്ത്തിയിരുന്ന ബുക്ക് തന്നെയാണ്. സ്വതവേ ഈ പറയുന്ന ജീവചരിത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവുക. അദ്ദേഹത്തെ കുറിച്ച് പൊക്കി എഴുതുന്ന സമയത്ത് ആ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തെ ഹിസ്റ്ററിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുന്നതിന് കൂടെ തന്നെ എന്ത് പറയുന്നുണ്ട്? ശുംഗ ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടും സ്പെസിഫിക്കലി മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു നിങ്ങൾക്ക് മാളവികാഗ്നിമിത്രത്തിന്റെ കഥ, കാളിദാസന്റെ. ഓക്കെ, നാടകം ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടി കണ്ടാൽ മതി. ഇല്ലെങ്കിൽ ഓർത്തിരുന്നില്ലെങ്കിൽ അറിയാൻ പുതിയതുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണല്ലോ, അതുകൊണ്ടാണ്. വെറുതെ സ്റ്റോറി പറഞ്ഞ് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഡയറക്ട്ലി ഓക്കെ. ആൻഡ് അതേപോലെ തന്നെ പാണിനിയുടെ അഷ്ടാധ്യായിലും എന്ത് പറയുന്നുണ്ട്? ഈ പറയുന്ന പോലെ ശുംഗ ഡൈനാസ്റ്റിയെ കുറിച്ച് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. എവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഡൈനാസ്റ്റിയെ കുറിച്ചിട്ട് സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാഹ്മണിക്കൽ റൂളറാണ്. ബ്രാഹ്മണിസമാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിസത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, ദിവ്യവന്ദന എന്ന് പറയുന്ന ഒരു ബുക്ക്. ആ ബുക്കിൽ സ്പെസിഫിക്കലി പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് പോലും പെർസിക്യൂട്ടർ ഓഫ് ബുദ്ധിസം എന്നാണ്. ബുദ്ധിസത്തെ തച്ചുടച്ച് പോകുന്ന ഒരാളെന്നാണ് സ്പെസിഫിക്കലി പറയുന്നത്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സിലൊക്കെ സ്പെസിഫിക്കലി പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, പക്ഷെ അദ്ദേഹം അത്രയും എന്തല്ല ഡോമിനേറ്റേഴ്സ് എന്നല്ല പോകുന്നത്. അദ്ദേഹം ഒരുപാട് മോണുമെന്റ്സ് ഒക്കെ സ്ഥാപിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്തൂപാസും വിഹാരാസിനൊക്കെ പണം കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഈ പറഞ്ഞ പുഷ്യമിത്ര ശുംഗ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു റീസൺ ഈ പറഞ്ഞ പോലെ റിലീജിയസ് ആണെങ്കിൽ പോലും എന്തായിരിക്കാം നിലനിൽപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 1-2 കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ആ സമയത്ത് ജനങ്ങൾ മെജോറിറ്റിയും ബുദ്ധിസ്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, സാധാരണക്കാർ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ? ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് ജനങ്ങളങ്ങ് മാറുമോ? നാളെ മുതൽ ഞാൻ പറയാണ് എല്ലാം ഇങ്ങോട്ട് മാറിക്കോ എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല, പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവും?
ഡെഫിനറ്റ്ലി ബുദ്ധിസത്തിനും ഫണ്ട് ചെയ്തിട്ടുണ്ടാവണം. കാരണം പെട്ടെന്ന് നശിപ്പിക്കാൻ സാധിക്കില്ല, ഗ്രാജുവലി ട്രാൻസ്ഫോർമേഷൻ സാധിക്കുള്ളൂ. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ബുദ്ധിസത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനങ്ങളൊക്കെയാണ്. മഹാഭാഷ്യ, പതഞ്ജലിയുടെ അഷ്ടാധ്യായി, പാണിനി നിങ്ങൾക്കറിയാം, മാളവികാഗ്നിമിത്രം, അതേപോലെ തന്നെ ഹർഷചരിതം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, നേരത്തെ ഈ പറഞ്ഞ പോലെ അഷ്ടാധ്യായി എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ഐഡിയ വാട്ട് ഈസ് അഷ്ടാധ്യായി പാണിനിയുടെ? എന്തുമായിട്ട് ബന്ധപ്പെട്ട ബുക്കാണത്? ആർക്കെങ്കിലും പറയാൻ സാധിക്കോ? ഓക്കെ, ഇറ്റ്സ് എ സംസ്കൃത് ബുക്ക് റിലേറ്റഡ് ടു വിച്ച് വൺ? എന്തുകൊണ്ട് അസോസിയേറ്റ് വരുന്ന ഗ്രാമറിക്കൽ ബുക്കാണ് അല്ലെ? സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ട ഗ്രാമറിക്കൽ ബുക്കാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു പോയിന്റ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു തന്നു. എന്താണ് അതിന്റെ പോയിന്റ്? ശുംഗ ഡൈനാസ്റ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്തായിരിക്കും? സംസ്കൃത ലാംഗ്വേജ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. നിങ്ങൾ നിങ്ങളൊക്കെ ഓർത്തിരിക്കും. ഓക്കെ, അതിനകത്ത് പക്ഷെ നിങ്ങൾ ഈ കാര്യം മാത്രം ഓർത്തിരിക്കില്ല. അപ്പൊ സംസ്കൃതം വീണ്ടും എന്ത് ചെയ്തു? അവർ റിവൈവ് ചെയ്തു. ഏത് സമയത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, എപ്പോഴാണോ ബ്രാഹ്മണിസം വരുന്നത് ആ സമയത്ത് സംസ്കൃതം റിവൈവ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണും. അഷ്ടാധ്യായി എന്ന് പറഞ്ഞ 8 അധ്യായങ്ങളാണ് അതിനകത്ത് വരുന്നത്. പാണിനിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് ഭാഷാശാസ്ത്ര ഗ്രന്ഥം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് പോലും. കാരണം സംസ്കൃതം എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതിന്റെ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് സ്പെസിഫിക്കലി അതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, യൂഷ്വലി അറിയാം, ഒരുപാട് സൂത്രങ്ങളും കാര്യങ്ങളും അതിനകത്ത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനകത്ത് തന്നെ എന്തും പറഞ്ഞിട്ടുണ്ട്, ശുംഗ ഡൈനാസ്റ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്ര മാത്രമേ നിങ്ങൾ അതിനകത്ത് അറിയേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ ഹർഷചരിത വാണവട്ടം ഞാൻ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ആണെന്ന് പറഞ്ഞു. എന്താണ് പതഞ്ജലി എന്ന് പറഞ്ഞ ആരാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ഹു ഈസ് പതഞ്ജലി? യോഗ. ഓക്കെ, യോഗയായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് പതഞ്ജലിയുടെ ആ ബുക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ ആയിരിക്കാം? യോഗയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബുക്ക് തന്നെയായിരിക്കാം. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. അതും സംസ്കൃതത്തിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ്. അതിനകത്തും ഈ സ്പെസിഫിക്കലി കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഓരോ ഡൈനാസ്റ്റിയിലെ ഓരോ റൂളേഴ്സിന്റെ ഭാഗത്തേക്ക് പോവാണ്. ഈ ഡൈനാസ്റ്റിയിലെ അത് ആദ്യത്തെ തന്നെ പുഷ്യമിത്ര ശുംഗയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് എ ഫൗണ്ടർ. അദ്ദേഹം ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ലൊക്കേഷൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രീക്കൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലെ? സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ബാക്ട്രിയൻസ് അല്ലെങ്കിൽ ഗ്രീക്സ്, യവനാസ്, അവരുടെ ആ ഒരു അറ്റാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാൽ പുഷ്യമിത്ര ശുംഗ ഒപ്പോസ് ചെയ്ത് നിന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് അറ്റാക്കിങ് വരാനുള്ള ടെൻഡൻസി അത് ഒപ്പോസ് ചെയ്ത് നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്ത് വരുന്നുണ്ട്? ഈ ഭാഗത്ത് ആര് വരുന്നുണ്ട്? കലിംഗ കിങ് ഖാരവേല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടാവാം? ഈ പറയുന്ന പോലെ യുദ്ധം ചെയ്യുന്നുണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞു വലിയൊരു ഡൈനാസ്റ്റി ഡീസ്റ്റെബിലൈസ് ചെയ്ത് വരുന്ന സമയത്ത് സ്വാഭാവിക കുഞ്ഞു കുഞ്ഞു ഡൈനാസ്റ്റീസ് ആണ്. അതുപോലത്തെ ഒരു ഡൈനാസ്റ്റി മാത്രമാണ് ശുംഗ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് പല ഭാഗത്ത് നിന്ന് അറ്റാക്ക് ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രാഹ്മണിസം ഫോളോവർ തന്നെയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ട് ബ്രാഹ്മണിസത്തിലെ യാഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അശ്വമേധ ഹൗസ് ആണ്. അശ്വമേധ യാഗം നിങ്ങൾക്ക് അറിയാലോ, കുതിരയെ തുറന്നു വിടും, യുദ്ധം ചെയ്യും. ഈ ഒരു ടെൻഡൻസി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഈ ഒരു കാര്യം ഓർത്തിരിക്കാം. അതേപോലെ തന്നെ പതഞ്ജലി, ഓക്കെ, അദ്ദേഹം ഗ്രാമറിയൻ പുഷ്യമിത്ര ശുംഗന്റെ കണ്ടംപററി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഇൻ എക്സാമിനേഷൻ ആസ്പെക്ട്. ഓക്കെ, അതേ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് അതേ കാലഘട്ടത്തിൽ കണ്ടംപററി ആയിട്ട് വന്നിട്ടുള്ള ഡൈനാസ്റ്റി ആയിരുന്നു ചേടി ഡൈനാസ്റ്റി എന്ന് പറയും. എക്സാമിനേഷൻ ആസ്പെക്ടിൽ ഇതാണ് വന്നിട്ടുള്ളത്, മഹാമേഘവാഹന ഡൈനാസ്റ്റി. കലിംഗ എന്ന് പറയുന്നത് കാലങ്ങളോളം വന്നിട്ടുള്ള ഡൈനാസ്റ്റിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു അശോകന് ശേഷം അശോകൻ ഈ പറഞ്ഞ മൗര്യൻസ് സ്പ്ലിറ്റ് ആയതിനു ശേഷം വീണ്ടും ഈ പറഞ്ഞ കലിംഗനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരുന്നത് ഈ ചേടി ഡൈനാസ്റ്റിയാണ്. അതിലെ ആളാണ് കിങ് ഖാരവേല എന്ന് പറയുന്ന ആള്. ഓക്കെ, കിങ് ഖാരവേല എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു റൂളർ തന്നെയാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിനെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്. ദാറ്റ് ഇൻസ്ക്രിപ്ഷൻ ഇസ് നോൺ ആസ് ഹാത്തിഗുംബ ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, ഹാത്തിഗുംബ ഇൻസ്ക്രിപ്ഷൻസിലാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള എവിഡൻസ് കിട്ടുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇസ് ഇറ്റ് ഇൻ റിലേറ്റഡ് ടു ജൈനിസം. ജൈനിസത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇൻസ്ക്രിപ്ഷൻസ് വരുന്നത് പ്രാകൃത ലാംഗ്വേജിലാണ്, ബ്രഹ്മി സ്ക്രിപ്റ്റിലാണ് എഴുതിയിട്ടുള്ളത്. അതിനകത്ത് ശരിക്കും പറയുകയാണെങ്കിൽ അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകണ്ട, 17 ലൈനായിട്ടാണ് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഖാരവേല, ഒഡീഷ, ഹാത്തിഗുംബ ഇൻസ്ക്രിപ്ഷൻ, അത്രയും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമുള്ളൂ. ജൈനിസം അതിന് മുകളിലേക്ക് നിങ്ങൾ ഓർത്തിരിക്കേണ്ട. ആസ് എൻ അഡീഷണൽ പോയിന്റ് ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 17 ലൈനായിട്ട് അദ്ദേഹം യുദ്ധങ്ങൾ നടത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏത് രീതിയിലാണ് അദ്ദേഹം ഈ പറഞ്ഞ രാജ്യം തിരിച്ചു കൊണ്ടുവന്നത്, എങ്ങനെയാണ് കൊണ്ടുവന്നത്, അദ്ദേഹത്തിന്റെ ലൈഫിലെ ചെറിയ ഭാഗങ്ങളൊക്കെ ആ 17 ലൈനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. വെൽഫെയർ ഓഫ് പീപ്പിൾ പറയുന്നുണ്ട്, വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ശരിക്കും പറയാൻ 4 ലൈൻസ് മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് വായിക്കാൻ സാധിക്കുന്നത്.
ഈ പറഞ്ഞ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക്. ബാക്കി ശരിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് ക്ലാരിറ്റി ഇല്ല, എന്നാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഊഹിക്കാലോ അവരെന്ത് ചെയ്യും, ഈ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റിലെ സാധനങ്ങളൊക്കെ വായിച്ചെടുക്കും. അതിനകത്ത് മ്യൂസിക്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം എങ്ങാനും അവിടെ ചാടിക്കറി ചോദിച്ചാലും നിങ്ങൾക്ക് അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ഹാത്തി ഗുബ്ബ ഇൻസ്ക്രിപ്ഷൻസിൽ സ്പെസിഫിക്കലി ഫോക്കസ് അബൌട്ട് ദി ജൈനിസം, ജൈനിസത്തിനെ കുറിച്ചാണ് അതിനകത്ത് നല്ലപോലെ പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് ഈ പറയുന്ന ധാരവേലനെ കുറിച്ചുള്ള എവിഡൻസ് വരുന്നത്. ഇതേ കണ്ടംപററി ആയിട്ടാണ് ചെയ്യുന്നത് മേഘവാഹന ഡൈനാസ്റ്റിയും വരുന്നത്. ഓക്കെ, ഓവർ ഡീറ്റെയിലിംഗിലേക്ക് പോകണ്ട, അവിടെ നിന്നോട്ടെ. ഓക്കെ, പുഷ്യപുത്ര സുംഗരൻ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായിട്ട് എന്താണ്, അദ്ദേഹത്തിനെ ഞാൻ പറഞ്ഞു ദിവ്യവന്ദന എന്ന് പറഞ്ഞ ബുക്കിൽ അദ്ദേഹത്തിനെ പെർസിക്യൂട്ടർ എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അത്രയും രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങൾ നശിപ്പിച്ച് നാരണക്കല്ലാക്കിയിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ട് ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു സൈഡിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ബുദ്ധിസത്തിന് ഫണ്ടും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം നമുക്കറിയാം, സാഞ്ചി സ്തൂപ മൗര്യൻസിന്റെ കാലഘട്ടത്തിൽ പണിതതാണ്. അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഈ റെയിലിങ്സ് മതിൽ പോലെ സാധനങ്ങളില്ലേ, ഇത് പണിയാനുള്ള ഫണ്ട് കൊടുത്തത് പുഷ്യമിത്ര ശുംഗയാണ്. അതേപോലെ തന്നെ ബാർഹുട്ട് സ്തൂപ, ഓക്കെ, അതിന്റെ വാളും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തതും പുഷ്യമിത്ര ശുംഗയുടെ കാലഘട്ടത്തിലാണ്. സോ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബുദ്ധിസത്തിനും ഇൻഡയറക്ട്ലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഒരു പൊളിറ്റീഷ്യൻ, നിങ്ങൾ സിവിൽ സർവന്റ് എന്നുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു റൂളർക്ക് മെയിൻ ആയിട്ട് അധികാരം തന്നെയാണ് ഇമ്പോർട്ടൻസ്. അതിനുശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, ജനങ്ങളുടെ രീതിക്ക് അനുസരിച്ച് അദ്ദേഹം മാറും. ഓക്കെ, സോ മെജോറിറ്റി സാധാരണക്കാർ എന്തായിരുന്നു ആ സമയത്ത്, ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു, അവര് എന്തായിരുന്നു, ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് നാട്ടുകാരോട് പറയാൻ പറ്റും നിങ്ങൾ മാറിക്കോ വേറെ റിലീജിയനിലേക്ക് പോയിക്കോ എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഡെഫിനറ്റ്ലി അവരെന്തായിരുന്നു, ഈ പറയുന്ന ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്തു, ബുദ്ധിസത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം മൂവ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും എന്താണ്, ഗ്രാജുവലി അദ്ദേഹം ബ്രാഹ്മണിസം സ്പ്രെഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ മകനായിരുന്നു അടുത്തയാള് അഗ്നിമിത്ര. ഓർമ്മയുണ്ടല്ലോ അഗ്നിമിത്രയെ, എവിടെ നിങ്ങൾ പറഞ്ഞത്, മാളവിക അഗ്നിമിത്രം അല്ലെ. പുഷ്യമിത്ര ശുംഗയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അഗ്നിമിത്ര വരുന്നു. ഓക്കെ, മാളവിക അഗ്നിമിത്രമാണ് അദ്ദേഹം. കാളിദാസന്റെ ഇതിലാണ് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടുന്നത്. ഈസ് ഓൾസോ എ പവർഫുൾ റൂളർ. പുഷ്യമിത്ര ശുംഗ ഡൈനാസ്റ്റിന്റെ ക്യാപിറ്റൽ പാടലിപുത്രയാണെങ്കിൽ ലേറ്റർലി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ അഗ്നിമിത്രയുടെ കാലഘട്ടത്തിൽ ക്യാപിറ്റൽ മാറ്റി വിദിശയിലേക്ക് പോകുന്നുണ്ട്, MP. ഓക്കെ, ക്യാപിറ്റൽ അവർ ചേഞ്ച് ചെയ്ത് MP-യിലേക്ക് മാറ്റുന്നു. സോ രാജഗ്രഹ വന്നു, പാടലിപുത്ര വന്നു, വിദിശ വന്നു. ഇതൊക്കെ ഓൾഡ് സ്ഥലങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ചിലപ്പോൾ കൺസിഡർ ദി ഫോളോയിങ് പേർ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം. അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലങ്ങളല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും ചോദിക്കാം, കറണ്ട് സ്റ്റേറ്റും ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ കറണ്ട് ലൊക്കേഷൻ ചോദിക്കാം. ഓക്കെ, ഏത് വേണം നിങ്ങൾക്ക് ചോദിക്കാം. ഇതൊക്കെ എന്തായിരുന്നു, ഈ പറയുന്ന മഗധയുടെ ക്യാപിറ്റലുകളായിരുന്നു പല ടൈമുകളിൽ. ഓക്കെ, ഇത്ര മാത്രമേ അഗ്നിമിത്രയെ കുറിച്ച് നിങ്ങൾ പഠിക്കാനുള്ളൂ. ലേറ്റർ സുംഗാറൂളസ് എന്ന് പറഞ്ഞത് വാസുമിത്ര, അദ്ദേഹം എന്താണ്, ഈ പറഞ്ഞ ഇൻഡോ ഗ്രീക്കൻസ് ആയിട്ട് കണ്ടിന്യൂസ്ലി യുദ്ധം നടത്തുന്നുണ്ട്. അതേപോലെ ഒരാളാണ് ഭാഗഭദ്ര എന്ന് പറയുന്ന ആള്. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ഹെലിഡോറസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് അംബാസിഡർ എവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സുംഗ ഡൈനാസ്റ്റി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹെലിഡോറസ് എന്ന് പറയുന്നത് ഇൻഡോ ഗ്രീക്കൻസിന്റെ ഒരു അംബാസിഡർ ആയിരിക്കും. ഓക്കെ, ആ സമയത്ത് നമുക്കറിയാം, ഈ പറഞ്ഞ അഗ്നിമിത്രന്റെ കാലഘട്ടത്തിൽ തന്നെ ഇൻഡോ ഗ്രീക്കൻസിന്റെ വാർ നടക്കുന്നുണ്ട്. പുഷ്യമിത്ര ശുംഗനെ പോലെ അല്ല ഇവര്, ലേറ്റസ്റ്റിൽ വരുന്ന ആൾക്കാർ ഗ്രാജുവലി എന്താണ്, ഒരു വലിയ കപ്പാസിറ്റി ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ വാർ നടക്കുന്ന സമയത്ത് പ്രോബ്ലംസ് വരും. നമ്മൾ പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഈ അംബാസിഡേഴ്സിനെ പറഞ്ഞയക്കുന്ന ഒരു പരിപാടി എപ്പോഴും ആ ഡൈനാസ്റ്റിക് ഉണ്ട്, എക്സ്പെഷ്യലി ഫോറിൻ ഡൈനാസ്റ്റീസ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ച ഓർമ്മയുണ്ടോ, ആർക്കാണ് കൂടുതലുള്ളത്, ഗ്രീക്സിനാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, അംബാസിഡേഴ്സ് ആണ് എപ്പോഴും ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, വോയിസ് ഓക്കെ ആണല്ലോ, കട്ടായി പോരുന്നുണ്ടല്ലോ അല്ലെ, കേൾക്കുന്നുണ്ടല്ലോ, കൺഫ്യൂഷൻ എന്തെങ്കിലും പറഞ്ഞേക്കണേ. അപ്പൊ അതേപോലെ വന്നിട്ടുള്ള ഒരു ഗ്രീക്ക് അംബാസിഡർ ആണ് ഈ പറയുന്ന ഹെലിഡോറസ് എന്ന് പറയുന്നത്. അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു പില്ലറാണ് ഹെലിഡോറസ് പില്ലർ എന്ന് പറയുന്നത്. സോ ഗരുഡ പില്ലർ. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു പില്ലർ വരാൻ കാരണം, ഇതിനെ വൈഷ്ണവിസമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, MP-യിലാണ് വരുന്നത്, ഗോഡ് വാസുദേവ. ആരാണ് നിങ്ങൾക്കറിയാം, വൈഷ്ണവിസം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ശുംഗ ഡൈനാസ്റ്റി എന്താണ്, വൈഷ്ണവിസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഡൈനാസ്റ്റി തന്നെയാണ്. ഓക്കെ, വൈഷ്ണവിസത്തിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. യൂഷ്വലി അവിടെ എന്താണ്, ഈ പറഞ്ഞ ബ്രാഹ്മണിസം കൾച്ചർ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ ഒന്ന് എന്താ പറയാ, സുഖിപ്പിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ വൈഷ്ണവിസത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെലിഡോറസ് ഇൻസ്ക്രിപ്ഷൻസ് വരുന്നത്. അത് ഞാൻ പറഞ്ഞു, ഹെലിഡോറസ് ആണ് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് ഭാഗഭദ്ര. ഓർത്തിരിക്കണം, തെറ്റിപ്പോരുത്. UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ശുംഗ ഡൈനാസ്റ്റി എന്നാണ് ചോദിച്ചത്. സ്പെസിഫിക്കലി എടുത്ത് ചോദിച്ചാൽ അത് ഭാഗഭദ്രയാണെന്ന് ഓർത്തിരിക്കും. ഓക്കെ, അതിനുശേഷം കൊച്ചു കൊച്ചു റൂളേഴ്സ് ഒക്കെ വരുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ആൻഡ് ലാസ്റ്റ് ശുംഗ റൂളർ എന്ന് പറയുന്നത് ബയോഭട്ടിയാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ മിനിസ്റ്റർ ആയിട്ടുള്ള വാസുദേവ കാൻവെ എന്ത് ചെയ്യും, 73 BC കൊല്ലുകയും പുതിയ ഡൈനാസ്റ്റി ഉണ്ടാക്കുകയും ചെയ്യും. ദ ഡൈനാസ്റ്റി ഈസ് നോൺ ആസ്
കാൻവ ഡൈനാസ്റ്റി. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ഡൈനാസ്റ്റി. സോ ശുംഗ ഡൈനാസ്റ്റി നിങ്ങൾക്ക് വളരെ കുറച്ചല്ലേ പഠിക്കാനുള്ളൂ, കൺസോളിഡേറ്റ് തന്നെ വളരെ കുറച്ചേ ഉള്ളൂ അല്ലെ. പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് പഠിച്ചു തീർക്കാൻ സാധിക്കും. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ ഞാൻ പറഞ്ഞതിൽ? ഡൺ. ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ശുംഗ ഡൈനാസ്റ്റി നമ്മൾ എല്ലാത്തിലും പഠിക്കുന്നത് പോലെ സിഗ്നിഫിക്കൻസ് ആസ് എ മെയിൻ ആസ്പെക്റ്റിലും കൂടെ നമ്മൾ ഇത് പറഞ്ഞു പോകുന്നത്. ഡൺ. റിലീജിയസ് സിഗ്നിഫിക്കൻസ് പറയുമ്പോൾ എന്താണ് പറയാ സമീറ? വല്ല ഐഡിയ ഉണ്ടോ റിലീജിയസ് സിഗ്നിഫിക്കൻസ്? എനി ഐഡിയ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസം വീണ്ടും എന്ത് ചെയ്തു, റിവൈവ് ചെയ്തു വന്നു അല്ലെ. ബ്രാഹ്മണിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. നമ്മൾ അത് കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക്. ഹോൾ സാക്രിഫൈസ് വീണ്ടും വന്നു എന്നുള്ള കാര്യം പറയാം. കൾച്ചറൽ സിഗ്നിഫിക്കൻസ് വരുമ്പോൾ വിഷ്വൽ ആർട്സിനൊക്കെ പ്രാധാന്യം വന്നു, സ്റ്റോൺ സ്കൾപ്ചേഴ്സിന് പ്രാധാന്യം വന്നു. നമ്മൾ ഓൾറെഡി സാഞ്ചി സ്തൂപന്റെ കാര്യവും ബാർഹൂട്ട് സ്തൂപ, സാഞ്ചി സ്തൂപ പണിതത് അവരല്ല, പക്ഷെ അതിന്റെ ഗേറ്റ് റിലിങ്സ് ഒക്കെ പണിതിട്ടുള്ളത് അവരാണ്. ആൻഡ് ബാർഹൂട്ട് സ്തൂപയ്ക്ക് ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത് അവരുടെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആസ്പെക്ടിലേക്ക് പറയുമ്പോൾ ചെക്ക് ഫോറിൻ ഇൻവേർഷൻ എസ്പെഷ്യലി ഇൻഡോ ഗ്രീക്കൻസ്, അതേപോലെ റിവൈവൽ ഓഫ് ദി ലാംഗ്വേജ് സംസ്കൃതം. ഓൾസോ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, പില്ലേഴ്സ്, ഹെലിഡോറസ് ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ഹെലിഡോറസ് പില്ലേഴ്സ്, വാസുദേവ പില്ലർ എന്ന് പറയും, നിങ്ങൾക്ക് പറയാം, എന്ത് വേണം നിങ്ങൾക്ക് അത് കൊടുക്കാം. ഓക്കെ, ദീസ് ആർ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡൈനാസ്റ്റി. ശുംഗാസ് ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ഡൈനാസ്റ്റി വരുന്നത് 75 BC വാസുദേവ കാൻവയാണ്. സിമിലർലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള വാസുദേവ കാൻവയും ഒരു ബ്രാഹ്മൺ ഒറിജിൻ തന്നെയാണ്. 45 വർഷക്കാലം മാത്രമേ ഈ പറയുന്ന ഡൈനാസ്റ്റി ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഗ്രീക്കിന്റെ നോർത്ത് വെസ്റ്റേൺ അറ്റാക്ക് മാക്സിമം തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന്. ഓക്കെ, അപ്പൊ അവിടുത്തെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് നിന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കാലത്തേക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ ടെറിട്ടറി നിന്നിട്ടുണ്ടായിരുന്നില്ല. വാസുദേവ കാൻവയുടെ മരണവും ഈ പറഞ്ഞതുപോലെ അത്ര എവിഡന്റ് അല്ല എന്നുള്ളതാണ് എന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ പറയുന്ന ഡൈനാസ്റ്റി അവസാനിക്കുന്നത് ശതവാഹനാസ് ആ പെർട്ടിക്കുലർ സ്ഥലം 30 BC പിടിച്ചെടുക്കുമ്പോഴാണ്. ഞാൻ പറഞ്ഞു ശതവാഹനാസ് ആ കാലഘട്ടത്തിൽ എന്തുണ്ട്, തെക്കാൻ ഭാഗത്തുണ്ട്. ഓക്കെ, അവരെന്ത് ചെയ്തു, ഈ പറയുന്ന കാൻവ ഡൈനാസ്റ്റിന്റെ ഏരിയ കൂടി അവരുടെ ഏരിയയിലേക്ക് എന്ത് ചെയ്തു, കൺട്രോൾ ചെയ്ത് അങ്ങെടുത്തു. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. സോ അതിനുശേഷം ഈ പറയുന്ന ശുംഗ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ ഭാഗമല്ലേ, ഈ പറയുന്ന ശുംഗാസ് കാൻവാസിന്റെ ഭാഗം, അതായത് മഗധ. ഓക്കെ, ഈ പറയുന്ന മഗധ എന്ന് പറഞ്ഞ റീജിയൻ പിന്നെയും റിവൈവ് ചെയ്ത് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഗുപ്താസിന്റെ കാലഘട്ടത്തിലാണ്. അതുവരെ മഗധാസിനെ കുറിച്ച് വലിയ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാതെ പോയിട്ടുണ്ട്. ഓക്കെ, മഗധ പിന്നെ അത്ര വല്ല റിവൈവൽ ഏരിയ അല്ല, അത്ര ഇമ്പോർട്ടൻസ് വന്നിട്ടില്ല. പിന്നെ ഗുപ്താസിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന മഗധയ്ക്ക് കുറച്ചും കൂടി പ്രാധാന്യം വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, പോസ്റ്റ് മോഡേൺസ് ടോട്ടലി പറയുന്ന കാര്യത്തിൽ നിങ്ങൾ എന്താ ആലോചിച്ചാൽ മതി, ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻസ്, കൾച്ചറൽ ആസ്പെക്ട് മെയിൻസിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാം. ഫിലിംസിന് നിങ്ങൾക്ക് ആ ഭാഗം എക്സാമിനേഷൻ ചോദിച്ചാൽ പറയാൻ പറ്റും. നമുക്ക് രണ്ടും പറയാം. കാൻവാസിന് വലിയ പ്രാധാന്യം ഇല്ല. പോസ്റ്റ് മോഡേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് പോസ്റ്റ് മോഡേൺസ് നോർത്ത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, നോർത്ത് വെസ്റ്റേൺ പാർട്ട് കൂടി നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഞാനത് പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. സോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വീണ്ടും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പോസ്റ്റ് മോഡേൺസ് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ചില ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഓർത്തിരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് മെയിൻസ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. മൗര്യൻസിന് ശേഷം ഗുപ്താസിന്റെ കാലഘട്ടം വരെയുള്ള ഭാഗത്തിനെ ഡാർക്ക് ഏജ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അതിന്റെ പോയിന്റ്സ്, എന്തൊക്കെ പോയിന്റ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പറ്റുവാണെങ്കിൽ, നിങ്ങൾ ഞാൻ മൊത്തം പഠിപ്പിക്കും ഇന്നത്തെ ഭാഗം, വെസ്റ്റേൺ പാർട്ടും കൂടി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ പോയിന്റ് പറ്റുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടി കണ്ടിട്ട് അതിന്റെ ഇടയിൽ കമന്റ് ചെയ്താൽ മതി എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ പഠിപ്പിച്ച കാര്യം നിങ്ങൾ ഒന്ന് കൺസോൾട്ട് ചെയ്താൽ മതി, എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റും. എസ്പെഷ്യലി എങ്ങനെ ഡിവൈഡ് ചെയ്യണം, പൊളിറ്റിക്കൽ ആസ്പെക്ട്, കൾച്ചറൽ ആസ്പെക്ട്. ഓക്കെ, കൾച്ചറിൽ തന്നെ നിങ്ങൾക്ക് ആർക്കിടെക്ചർ, സ്കൾപ്ചർ അവിടെ തന്നെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും. എക്കണോമിക്കൽ ആസ്പെക്റ്റും സോഷ്യൽ ആസ്പെക്റ്റും നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ പറയേണ്ടത്. അപ്പൊ അതിനകത്ത് എല്ലാ ഭാഗങ്ങളും പറയണം. സോ ടോട്ടലി ഞാൻ പറഞ്ഞത് ഇൻക്ലൂഡിങ് ഞാൻ പഠിപ്പിച്ച അടുത്ത പഠിപ്പിക്കാൻ പോകുന്ന ഭാഗം കൂടി ചേർത്തിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ ഓക്കെ ആണല്ലോ എല്ലാവർക്കും? അഞ്ജലി, അനഘ, കീർത്തന, അക്ഷയ, ദേവിക, ഞാൻ കാണുന്ന പെട്ടെന്ന് ആൾക്കാരുടെ പേര് വിളിച്ചതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് ആൻസർ വരുന്നത്? പ്രവീണ, ആൻസർ ഏതാ പോരട്ടെ? ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്ലാരിറ്റിയോട് കൂടി വായിക്കുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടിച്ച് ചെയ്തൊക്കെ തരും. നിങ്ങൾ പഠിച്ച കണ്ടന്റ് ആയിരിക്കും, അതിന്റെ മുകളിലേക്കൊന്നും ചോദിക്കില്ല. ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിക്കണം. ലാസ്റ്റ് മൗര്യൻ റൂളർ ബൃഹദത്ത വാസ് അസാസിനേറ്റഡ് ബൈ ദി കമാൻഡർ ഇൻ ചീഫ് പുഷ്യമിത്ര ശുംഗ. ഡൗട്ട് ഇല്ലല്ലോ, നമ്മൾ പഠിച്ച ഭാഗമാണ് അല്ലെ, ഇറ്റ്സ് എ ഫാക്ച്വൽ ഡാറ്റ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ശുംഗ കിങ് ദേവഭട്ടി വാസ് അസാസിനേറ്റഡ് ബൈ ബ്രാഹ്മണ മിനിസ്റ്റർ വാസുദേവ കാൻവ. ഡൗട്ട് ഇല്ലല്ലോ.
ക്ലിയർ ആണല്ലോ അല്ലെ? അടുത്തത്, ദി ലാസ്റ്റ് റൂളർ ഓഫ് കാൻവ ഡൈനാസ്റ്റി വാസ് ഡെപ്പോസ്ഡ് ബൈ ആന്ത്രാസ്. ആന്ത്രാസ് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ശതവാഹനാസ്. നമ്മൾ ആ ശതവാഹനാസിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞു തന്നു. ശതവാഹനാസ് ആണ് എന്ത് ചെയ്യുന്നത് 30 BC ആ വാസുദേവ കാൻവന്റെ ഭാഗം പിടിച്ചെടുക്കുന്നത്. ആൻസർ ഈസ് ഡി. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇപ്പൊ നിങ്ങളോട് ഇവിടെ എന്താ ചോദിച്ചത്? എന്താണ് ഈ ക്വസ്റ്റിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഒറ്റ ഭാഗമേ ഉള്ളൂ. നിങ്ങളുടെ ക്രോണോളജിക്കൽ ഓർഡർ അറിയാമോ ഇല്ലയോ എന്നുള്ളത്. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ക്രോണോളജി ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങളുടെ ഫോക്കസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഡൈനാസ്റ്റി മാത്രമാണ്, ഒരിക്കലും റൂളർ അല്ല. ഡൈനാസ്റ്റിയാണ്. ശുംഗ ഡൈനാസ്റ്റി, കാൻവ ഡൈനാസ്റ്റി, ശതവാഹന ഡൈനാസ്റ്റി, അതിനാണ് അവർ സ്ട്രൈക്ക് ചെയ്യുന്നത്, ഒരിക്കലും റൂളേഴ്സിനല്ല. ഓക്കെ, റൂളേഴ്സ് തെറ്റിച്ച് തരാനുള്ള സാധ്യത ഇവിടെ UPSC വളരെ കുറവ്. ഫോക്കസിങ് അങ്ങനെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അത് ഫേമസ് ആയിട്ടുള്ള റൂളർ ആയിരിക്കണം. ഓക്കെ, ഇൻഫേമസ് ആയിട്ടുള്ള റൂളറെ തന്നിട്ട് നിങ്ങൾ അത് ആണോ അല്ലയോ എന്ന് ചോദിക്കില്ല. അദ്ദേഹം ഈ ഡൈനാസ്റ്റി ആണോ മാത്രമേ അല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഡൺ. ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി വരുന്ന സമയത്ത് അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബുക്ക് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ ഹാസ് ദി ലവ് സ്റ്റോറി ഓഫ് ശുംഗ ഡൈനാസ്റ്റി? ഫൗണ്ടർ ഓഫ് ശുംഗ ഡൈനാസ്റ്റി ആരാണ്? ഏതാണ് വരുന്നത്? ബി. അറിയാലോ, മാളവികാഗ്നി മിത്രം. ഓക്കെ, ദീസ് ആർ ദി ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഫ്രം ദീസ് ചാപ്റ്റേഴ്സ്. ഓക്കെ, ഡൺ. പോസ്റ്റ് മൗര്യൻസ് നിങ്ങൾക്ക് ഓക്കെ ആണോ? പോസ്റ്റ് മൗര്യൻസിന്റെ നോർത്തേൺ പാർട്ട് കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ,